ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ഗിവ് അവേ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ എനിക്ക് കമൻസ് ഇട്ടിട്ടാണ്. ഞാൻ വിചാരിച്ച ആ ഒരു കമൻസ് കിട്ടിയിട്ടില്ല. ഈ വീഡിയോക്ക് നല്ല നല്ല കമൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല നല്ല കമൻസ് ഇടുക. എന്നിട്ട് അതിൽ നിന്ന് ഞാൻ നറുക്കെടുപ്പ് എടുക്കും. അതിൽ നിന്ന് എടുക്കുന്ന ഓരോരോ വീഡിയോക്കും നറുക്കെടുത്തിട്ട് ഒരു 5-6 വീഡിയോ എങ്കിലും ആവണം കേട്ടോ. അന്നേരമാണ് ഞാൻ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോരോ വീഡിയോയിലും നറുക്കെടുത്ത് കഴിഞ്ഞാൽ ആ വിന്നറെ തന്നെ ഞാൻ അടുത്ത വീഡിയോയിലും നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ എത്ര വീഡിയോസ് ഉണ്ട് അതുവരെ ഞാൻ ഓരോരോ വീഡിയോക്കും സെലക്ട് ചെയ്ത വിന്നറെ ഞാൻ ലാസ്റ്റിലത്തെ വീഡിയോയിൽ വരെ ഞാൻ ഉൾപ്പെടുത്തും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്താ പറയുക, എൻ്റെ മനസ്സിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ട ആർക്കെങ്കിലും അത് കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്താ പറയുക, 100 രൂപയാണെങ്കിൽ പോലും അല്ലെങ്കിൽ 500 ആണെങ്കിലും 1000 ആണെങ്കിലും എന്ത് തന്നെയായാലും ഒരാൾക്ക് എൻ്റെ കൈ കൊണ്ട് പൈസ കൊടുക്കുക, ഞാൻ അധ്വാനിച്ചിട്ട് ഒരു പൈസ കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരു സന്തോഷം കിട്ടുന്ന കാര്യമല്ലേ. ചെറിയ പൈസയായിരിക്കും, എന്നാലും അത് എനിക്കും കൂടി ഒരു സന്തോഷമാണ് അങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ പറയും, നിങ്ങളെ കുടുംബത്തിൽ തന്നെ എത്ര ആൾക്കാരുണ്ടാവും കൊടുക്കാൻ പറ്റിയ ആൾക്കാർ, അങ്ങനെയെല്ലാം ചോദിക്കും കേട്ടോ. ഈ വീഡിയോയിൽ കൂടി ഞാൻ എന്താ പറയുക, എൻ്റെ ഒരു ഇഷ്ടമാണ് ഞാൻ ഇതിൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അല്ലാണ്ട് ഞാൻ കൊടുക്കുന്നത് പല ആൾക്കാരും അറിയാത്ത വിധത്തിൽ കൊടുക്കുന്നുണ്ടാവും. അത് നമ്മൾ ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് മറു കൈ അറിയരുത് എന്നല്ലേ പറയുന്നത്. അതിപ്പോൾ നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റൂലല്ലോ. Do it harder. ആടാ അയ്യോ More. അറിയില്ല അയ്യോ ആണെങ്കിൽ നാട്ടിൽ പിന്നെ ഇവിടുത്തെ ബഹ്റൈനിലുള്ള കമൻസ് ആണെങ്കിൽ ബഹ്റൈൻ ദിനാർ അങ്ങനെയാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ല ബഹ്റൈൻ നിന്നാണെങ്കിൽ ഞാൻ ദിനാർ അല്ലാണ്ട് എന്തെങ്കിലും ഗിഫ്റ്റ് അങ്ങനെ കൊടുക്കും കേട്ടോ. ബഹ്റൈനിലുള്ളവർക്ക് ഞാനൊരു ഗിഫ്റ്റാണ് കൊടുക്കാൻ നിൽക്കുന്നത്. നാട്ടിലുള്ളവർക്ക് ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. അവർക്ക് ക്യാഷ് ആയിരിക്കുമല്ലോ അത്യാവശ്യം ഉണ്ടാവുക. ഗിഫ്റ്റിനേക്കാളും അവർക്ക് ക്യാഷ് ആയിരിക്കും അത്യാവശ്യം ഉണ്ടാവുകയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ക്യാഷ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ചെറിയ പൈസയാണെങ്കിലും നമ്മൾ സന്തോഷത്തോടെ കിട്ടിയവർ സന്തോഷത്തോടെ സ്വീകരിക്കുക. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ വന്നിട്ട് എത്രയോ വർഷങ്ങളായി ബഹ്റൈനിൽ വന്നിട്ട് ഇതുവരെ എനിക്ക് ഇങ്ങനൊരു എന്താ പറയുക സമ്മാനം എന്നല്ല, ഇത്രയും വെയിറ്റുള്ളൊരു സാധനം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഈ ഒരു ഫ്രണ്ട് മാത്രം ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഇത്രയും വെയിറ്റുള്ളൊരു സാധനം എനിക്ക് ഇവിടെ കൊണ്ടുതരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നാട്ടിലുള്ളവർക്ക് ചക്ക എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വിലയൊന്നും ഉണ്ടാവില്ല, കാരണം അവർക്ക് പൈസയൊന്നും കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചക്ക കിട്ടുക, ഒരു കഷ്ണം ചുള കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പൈസ കൊടുത്തിട്ട് ഇവിടുന്ന് വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഒരു 5-6 ചുളയെ അതിലുണ്ടാവും. അത് കിട്ടണമെങ്കിൽ തന്നെ കുറേ പൈസ കൊടുക്കണം. അപ്പോൾ നമ്മളങ്ങനെ വാങ്ങാൻ നിൽക്കില്ല. അപ്പോൾ ആഗ്രഹങ്ങളെല്ലാം നമ്മളങ്ങനെ മൂടി വെക്കും. എപ്പോഴെങ്കിലും കൊല്ലത്തിൽ ഒരിക്കാന്ന് പറഞ്ഞ പോലെ ഭയങ്കര പൂതിയുണ്ടെങ്കിൽ ലുലു എന്നെല്ലാം കണ്ടു കഴിഞ്ഞാൽ വാങ്ങാമെന്നല്ലാണ്ട് അങ്ങനെ പൈസയും കൊടുത്ത് വാങ്ങാൻ നിൽക്കില്ല കേട്ടോ പൊതുവെ ആരും. അപ്പോൾ തലേന്ന് എന്നോട് സഫിയത്ത് ചോദിച്ച് വരുന്ന അന്ന് രാത്രി എന്നോട് ചോദിച്ച്, മോളെ എനിക്കെന്താ വേണ്ടതെന്ന് ചോദിച്ച്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ചക്ക ഉണ്ടെങ്കിൽ കൊണ്ടുവന്നു, പച്ച ചക്ക, കാരണം എനിക്ക് വരാൻ വേണ്ടിയിട്ട് പച്ച ചക്ക ഉണ്ടെങ്കിൽ കൊണ്ടുതന്നേന്ന് പറഞ്ഞു. അങ്ങനെ പച്ചച്ചക്കേനും എനിക്ക് കൊണ്ടു തന്നത്, വരകാനും പിങ്ങാനും അങ്ങനെയെല്ലാം വേണ്ടിയിട്ട് കൊണ്ടു തന്നതാണ്. പക്ഷേ ഞാൻ പോയിട്ട് വാങ്ങാൻ ലേറ്റായിപ്പോയി. 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് പോയിട്ട് വാങ്ങിയത്. അത് പഴുത്തു പോയി. എന്താ പറയുക, അപ്പം പഴുത്ത് കഴിഞ്ഞാൽ ചക്ക പച്ചയാണെങ്കിലും പഴുത്തതാണെങ്കിലും എല്ലാം ടേസ്റ്റാണല്ലോ. അങ്ങനെ ഞാൻ മുറിച്ച് നോക്കുമ്പോൾ അത് പഴുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് തിന്നാൻ പറ്റിയ മധുരമെല്ലാമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഇവിടെ മുറിച്ചപ്പോൾ. അപ്പോൾ ഇത് കാണുന്ന ഈ ബഹ്റൈനിലുള്ള ആൾക്കാർ വിചാരിക്കും ഇത്രയും വലിയ ചക്ക ഇട്ടിട്ട് നമുക്കൊന്നും തന്നില്ലാലോ എന്ന്. പിന്നെ ഞാൻ കൊടുക്കാണ്ടെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഞാൻ എത്തിച്ചു കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അങ്ങനെ എനിക്ക് വലുതായി ചക്ക മുറിക്കാനൊന്നും അറിയില്ല കേട്ടാ. ഞാൻ എത്രയോ വർഷങ്ങളായി ചെറുതിൽ ഇവിടെ വന്നതാണല്ലോ, കല്യാണം കഴിഞ്ഞ് 6 മാസം കൊണ്ട് ഇവിടെ വന്നത്. അപ്പോൾ ചക്ക മുറിക്കാനൊന്നും അറിയില്ല. മുറിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചുള ഇങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുമല്ലോ പൊയിങ്ങാൻ വേണ്ടിയിട്ട്, അങ്ങനെയെല്ലാം അറിയാം. കുരു തൊലി കളയാൻ അങ്ങനത്തെ എല്ലാം അറിയാം കേട്ടോ. അപ്പോൾ ഈ ചക്കൻ്റെ ഡീറ്റെയിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? എനിക്കിതൊരു വിശദമായിട്ട് പറയണമെന്നുണ്ടായിന് കേട്ടോ. ചക്കയല്ലേ, അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെ കുറച്ചൊന്ന് കൊതിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചക്കൻ്റെ വീഡിയോ ഡീറ്റെയിലായിട്ട് ഇടുന്നത് കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്ക്. പിന്നെ ഇന്നത്തെ ക്വസ്റ്റ്യന് ഇന്ന് ഞാനൊരു ഗിവ് അവേ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ കൂടി ഒരു ഗിവ് അവേ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ ചക്ക തന്ന ആളെ പേര്, എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്, വലിയ വിശദീകരിച്ചിട്ടൊന്നും ചോദിക്കുന്നില്ല. എനിക്ക് കൊണ്ടു തന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. അതിൽ നിന്ന് ഞാൻ നറുക്കെടുക്കുന്നതായിരിക്കും. പിന്നെ ഫുൾ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്താ പറയുക, നല്ല നല്ല കമൻസ് ഇടാൻ ശ്രമിക്കുക. പിന്നെ ഞാനിന്ന് ഉച്ചക്കത്തെ ചോറും കറിയെല്ലാം ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. എല്ലാവർക്കും അറിയുന്ന സംഗതി തന്നെയാണ്. പിന്നെ ഇവിടെ വലിയൊരു കണ്ടൻറ്റായിട്ടൊന്നുമില്ല നമുക്ക് ഇടാനൊന്നും. എന്താ പറയുക, നമ്മളിങ്ങനെ പുറത്ത് പോകുന്നതും അങ്ങനത്തെ എല്ലാം വീഡിയോസേ ഉള്ളൂ. അപ്പം വിചാരിച്ച് ഇങ്ങനെയുള്ള എന്തെങ്കിലും ചോറും കറിയെല്ലാം ആക്കുന്ന വീഡിയോസെല്ലാം ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എനിക്ക് ഈ സ്പെഷ്യൽ ഉണ്ടാക്കാനൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ഭയങ്കര മടിച്ചാണ് സ്പെഷ്യൽ ഉണ്ടാക്കാനും ഇതാക്കാനും എല്ലാം കുറച്ച് മടിയുള്ള കൂട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ചോറ് വാർത്തുന്നുണ്ട്. അപ്പോൾ എന്നോട് ഒരാൾ ഡീറ്റെയിലായിട്ട് ചോറ് വാർത്തുന്ന പാത്രം ഉണ്ടല്ലോ, ഇത് ഞാൻ 4-5 വർഷമായി യൂസ് ചെയ്യുന്നു. അതൊന്ന് ഡീറ്റെയിലായിട്ട് കാണിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാനതൊന്ന് കാണിച്ചു തന്നു കേട്ടോ. അങ്ങനെ ഇതാ ചോറാക്കിയിട്ടുണ്ട്. മീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മീൻ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ചെമ്മീൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഉലുവ ഇട്ടിട്ടുള്ളൂ കേട്ടോ, കടുക് ഇട്ടിട്ടില്ലേ. എൻ്റെ മീൻ കറി ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്, ഓരോരുത്തർ സ്റ്റൈലായിരിക്കുമല്ലോ. അപ്പോൾ ഉലുവ പൊട്ടിക്കഴിഞ്ഞ ശേഷം ഉള്ളിയും തക്കാളി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. തക്കാളി ഒരു പുളിപ്പിന്, നിങ്ങൾ പുളി എത്ര യൂസ് ചെയ്യുന്നു അതിനണക്കായിട്ടുള്ള പുളിപ്പിന് തക്കാളി ഇട്ട് കൊടുക്കുക. ഞാനൊരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ലൊന്ന് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി അതൊന്നും ഞാൻ ചേർക്കുന്നില്ലേ, നല്ലൊന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തേങ്ങ അരച്ച് കൊടുക്കുക. തേങ്ങയിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. നല്ലോണം മഷി പോലെ അരച്ചെടുക്കുക. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, എന്നാലും ഞാൻ എൻ്റെ സ്റ്റൈലൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് വഴറ്റി നല്ലോണം തക്കാളിയെല്ലാം ഒന്ന് ഉടഞ്ഞ് വരുമല്ലോ. ആ ഉടഞ്ഞ് വരുന്ന സമയത്താണ് തേങ്ങ ഞാൻ 2-3 പ്രാവശ്യമായിട്ട് അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, മിക്സിയിൽ ഞാൻ മഞ്ഞളും മുളകും ഇടാൻ നിന്നിട്ടില്ല. കാരണം മിക്സിൻ്റെ കളറ് മാറണ്ടെന്ന് വിചാരിച്ചിട്ട് അധികം ഞാൻ ഇങ്ങനെ അരച്ചൊഴിച്ചിട്ട് പിന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിന്നേഴ്സിനെ കാണിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കുറച്ച് തിരക്കിലാണ്, എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചതാണ്. എടുത്ത വീഡിയോ ഒന്ന് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ വാച്ച് അവറെല്ലാം കുറഞ്ഞു വരും ഇടാണ്ടെന്ന് കഴിഞ്ഞാൽ. ഡെയിലി വീഡിയോ ഇടണം, ഇട്ടിട്ടില്ലെങ്കിൽ വാച്ച് അവറെല്ലാം കുറഞ്ഞു വരും കേട്ടോ. ഞാനാണെങ്കിൽ ഭയങ്കര കുയിമടിച്ചാണ് കേട്ടോ. എപ്പോഴെങ്കിലും 2 ആഴ്ച കൂടുമ്പോൾ അല്ല 1 മാസം കൂടുമ്പോൾ എല്ലാമാണ് വീഡിയോ ഇടാൻ ശ്രമിക്കാറുള്ളൂ. ഇനി ഇൻഷാല്ല എപ്പോൾ ഇടണമെന്നെല്ലാം വിചാരിക്കും. ഇൻഷാല്ല ഞാൻ കുറച്ചൊരു തിരക്കാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ആ തിരക്ക് എന്താണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിലെ കൂടി നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇപ്പം ഞാൻ പറയുന്നില്ല, നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം എന്താ എൻ്റെ തിരക്ക് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സാദാ കുടംപുളിയല്ല കേട്ടോ, സാദാ പുളിയില്ലേ, വാളംപുളി, അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് തേങ്ങയെല്ലാം ഒന്നിങ്ങനെ ബബിൾസ് വരുമല്ലോ, അതാകുമ്പോഴത്തേക്ക് ഞാൻ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ പണിയുള്ളൂ, വേഗം കഴിയുന്ന ഒരു തേങ്ങ അരച്ച കറിയാണ്. ചോറിന് ഈ ഒരു കറി മാത്രം ഉണ്ടായാൽ മതി. അച്ചാറും ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ കറി, മീൻകറിയും ഒരു പപ്പടവും ഒരു അച്ചാറെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ നല്ല കുശാലായിട്ട് ചോറ് തിന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വറവെല്ലാം ഉണ്ടാക്കിയിട്ട് എല്ലാം പണിയെല്ലാം എല്ലാം ആക്കുമ്പോഴത്തേക്ക് ഒന്ന് അവിടെ മുറിച്ച് വെച്ച സ്ഥലങ്ങളെല്ലാം ഉണ്ടല്ലോ, അവിടെയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്
ജസ്റ്റ് എല്ലാം ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ അലക്കിയ നമ്മൾ തുടക്കുന്ന തുണിയെല്ലാം ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ധനുവിനോട് കച്ചറ കളയാൻ പറയുന്നുണ്ട്. ഞാനില്ലേ വേഗം വേഗം പണി തീർക്കാൻ നോക്കലാന്ന് കേട്ടോ. ഞാൻ കിച്ചണിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം എനിക്ക് ചോറും കറിയും ആക്കിയിട്ട് വേണം അവിടെ നിന്ന് കയറാൻ വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെയാണ് കുറേ സമയം കിച്ചണിൽ ഇങ്ങനെ ഉരുണ്ട് കളിക്കൂല. ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വേഗം വേഗം സ്പീഡിൽ പണി അങ്ങ് തീർത്തേക്കണം കേട്ടോ. അതെനിക്ക് ഭയങ്കര നിർബന്ധമുള്ള ഒരു കാര്യമാണ്. എന്താ പറയുക, എനിക്ക് നാട്ടിലെല്ലാം പോയി കഴിഞ്ഞാൽ ഉമ്മാൻ്റെ എല്ലാം പണി കാണുമ്പോൾ ഞാൻ പറയും, നിങ്ങളെല്ലാം എത്ര സമയമായി കിച്ചണിൽ ഇറങ്ങിയിട്ട്, നിങ്ങൾക്ക് വേഗം വേഗം പണിയെല്ലാം തീർത്തൂടെ, പെട്ടെന്ന് തന്നെ എല്ലാം പണി തീർത്തിട്ട് കയറിക്കൂടെ എന്ന് ചോദിക്കും. ഇങ്ങനെ കിച്ചണിൽ ഉരുളുന്ന കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും കേട്ടോ. അപ്പോൾ എൻ്റെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേഗം പണിയവിടെ തീർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, സമാധാനത്തിൽ ഫോൺ നോക്കി കളിക്കാനും അല്ലെങ്കിൽ നിസ്കരിക്കാനും ഓതാനെല്ലാം കുറേ ടൈം കിട്ടുമല്ലോ. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യൽ, പെട്ടെന്ന് തന്നെ പണി തീർക്കും. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, മീനില്ലെങ്കിൽ നമുക്ക് ഇപ്പം മഴക്കാലമാണല്ലോ നാട്ടിൽ, മഴക്കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ഫ്രൈ ഐറ്റംസ് ഉണ്ടാക്കല് കേട്ടോ. മീൻ വേണമെന്നില്ല, മീനിനെ പോലെ കരുതിയിട്ട് ഇതങ്ങ് തിന്നാൽ മതി. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടില്ല, ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇവിടെ മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതേപോലെ തന്നെ ചേനയും ചെറുങ്ങനെ മുറിച്ചിട്ടിട്ട് ആക്കലുണ്ട് കേട്ടോ. ചേന പൊരിക്കൽ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ബ്രിഞ്ചോളും ആക്കുന്നത്. അധികം നേർങ്ങനെയല്ലാണ്ട് കുറച്ച് കട്ടിയിൽ മുറിക്കാൻ നോക്കണം കേട്ടോ. അധികം നേർങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, കൂടുതൽ ഒരു സോഫ്റ്റായിട്ട് ഉണ്ടാവുക. അതുകൊണ്ട് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കട്ടിയിൽ മുറിക്കുക. എന്നിട്ട് അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വേണമെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളീൻ്റെ പൗഡർ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഒരു മീനിൻ്റെ ഒരു ചൊയലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ ഉപ്പ്, കുറച്ച് അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇടാൻ നിന്നിട്ടില്ല, പക്ഷേ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം നല്ലോണം കുഴച്ചിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെന്താ നിങ്ങളോട് പറയാനുള്ളത്, ഗിവ് അവേ എല്ലാ ചോദ്യങ്ങളെല്ലാം ആരും കണ്ടിട്ടില്ല. എല്ലാവരും നല്ല നല്ല കമൻസ് അങ്ങ് ഇട്ടോ കേട്ടോ. ഇതിപ്പോൾ ഒരു 5 കമൻസ് ആണെങ്കിൽ 5ഉം ഞാൻ നറുക്കെടുക്കുന്നതായിരിക്കും. പക്ഷെ കറക്റ്റ് ആൻസർ ആയിരിക്കണമെന്നേ ഉള്ളൂ. പിന്നെ ആൻസർ മാത്രമേ, പിന്നെ കമൻറ്റ് നല്ല കമൻറ്റ്സ് ഉണ്ടാവുമല്ലോ, നിങ്ങളെ വീഡിയോ അങ്ങനെയാണ്, കാണാൻ ഇഷ്ടമാണ്, അങ്ങനെയെല്ലാം പറയുമല്ലോ, അങ്ങനത്തെ എല്ലാം അതിനെല്ലാം ഞാൻ നറുക്കെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഫ്രൈ പാനിൽ ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടപ്പം തന്നെ സുവ ഓടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കും വേണമെന്ന് പറഞ്ഞിട്ട് ഓക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾ ചോറ് തിന്നുന്ന പോലെ തന്നെ സാധാരണ നമ്മളെന്തെങ്കിലും ഫുഡ് കഴിക്കുമല്ലോ അതേപോലെ ഓളിട്ട് തിന്നുക കേട്ടോ. അങ്ങനെ എന്താ പറയുക, കുറേ പൊരിച്ചിട്ടുണ്ടായിന് ഞാൻ, കുറേ ടൈം ഇത് പൊരിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിനെ. ഇന്നത്തെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വിശേഷങ്ങളൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഒരു വീഡിയോ കാണിക്കുന്നു. അതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. എന്താ പറയുക, ബ്രിഞ്ചാൾ ഒരു ഭാഗത്ത് മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്, ഒരു ഭാഗത്ത് വറവായിട്ടുണ്ട്, തേങ്ങ അരച്ച കറിയുണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിയുണ്ട്. അതിനും മറ്റേ എന്താണ് ഇത്, വെള്ളരിക്കറിയോ കർമൂസ കറിയോ എന്തോ ആണ് കേട്ടോ. അപ്പോൾ സഫിയത്ത് എനിക്ക് കർമൂസയും കൂടി തന്നിട്ടുണ്ട്. അതിന് എൻ്റെ ഷോർട്ട് വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കണേ പോയിട്ട്. അതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം, സഫിയത്താനെയും കാണാം, എല്ലാം കാണാം. എല്ലാവരും നല്ല കമൻസ് ഇടണേ ഷോർട്ട് വീഡിയോയിൽ. അപ്പോൾ ഒരു കർമൂസ തന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ 3-4 ദിവസം ആയതുകൊണ്ട് അതങ്ങനെ കെട്ട് പോയിട്ടുണ്ട്. അതിന് പഴുത്ത് പച്ച കർമൂസയെ കൊണ്ടുവന്നു. കർമൂസ എന്ന് വെച്ചാൽ പപ്പായ. അത് 3-4 ദിവസമായിട്ട് വാങ്ങുമ്പോഴത്തെ അതങ്ങനെ പഴുത്ത് കെട്ടൊരു വകയായിട്ടുണ്ടായിന് കേട്ടോ. ഞാൻ അങ്ങനെ എടുത്ത് കളി ചെയ്തത്. എനിക്ക് ഈ വീഡിയോയിൽ കാണിക്കണമെന്നുണ്ട് അത്, പക്ഷേ സങ്കടമാകുന്നത് കാണുമ്പോൾ, അതുകൊണ്ട് കാണിക്കാത്ത കേട്ടോ. അങ്ങനെ ഇതാ എൻ്റെ ചോറും കറിയെല്ലാം ആയിട്ടുണ്ട്. ടിഷ്യൂ ഇടണ്ടല്ലേ അമ്മ ഇവിടെ വെച്ച് ഞാൻ കാണുന്നില്ല. അക്കു കൊണ്ടുപോയാ ഇവിടെ ഇത് നോക്കിയാ ഇങ്ങോട്ടോ. വാ അയ്യോ
You like this one? In school, can you give me this one? സ്കൂളൊന്നും എടുക്കാമെന്നില്ല. But it's tasty. ഇതൊക്കെയാ മാമ. You like? Can you give me to school, please? School closed now. Yeah, after LKG. LKG അല്ല UKG. And UKG school finished. UKG. Sure. Give me one. Where also clothes, Ma? ഗ്ലൗസ് ഒന്നും വേണ്ട, ഇങ്ങോട്ട് വാ. What is missing? ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാടി. Here's tissue. ഇവിടൊക്കെ ഇവിടൊക്കെ ഒരു മിനിറ്റ്. ഓയിലെടുത്തു മമ്മി എടുത്തു. Oh, yes. നെയ്യ് കുടിക്കുവാണ്. Hurry up, give me. ടേസ്റ്റ് നോക്കി. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ചൂടില്ല, ഇങ്ങോട്ട് വാ. ചൂടൊന്നുമില്ല. യമ്മി യമ്മി ഇല്ലേ? ചോറിൻ്റെ കൂടെ തിന്നുന്നേ അത്. ചോറും തരാം അമ്മി. ഇല്ല, ചോറും ബ്രിഞ്ചോൾ ഫ്രൈയും. Yum yum. Yum yum. I want one more tissue for cleaning my hands. ഇതെത്ര ടിഷ്യൂ എടുക്കുന്നേ? This is for the cleaning. No. You like? നേരത്തെ നാക്കരുത് കേട്ടാ. നാക്കാണ്ട് പോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ഗിവ് അവേ വെച്ചിരുന്നല്ലോ, അതിലുള്ള ക്വസ്റ്റ്യനേനു ഞാൻ ഹസ്ബൻഡിനെ എന്താ വിളിക്കൽ എന്നുള്ളത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ കമൻസ് ഇട്ടിട്ടുണ്ടായിന്. ഇട്ട ആൾക്കാരെല്ലാം കറക്റ്റ് ആൻസറാണ് കേട്ടോ. എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റുമായിരിക്കും, എന്നാലും ഞാൻ ആ വീഡിയോയിൽ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഹസ്ബൻഡിൻ്റെ പേര് തന്നെയാണ് വിളിക്കൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്ക പൂക്ക ഒന്നും വിളിക്കലില്ല. കല്യാണം കഴിഞ്ഞ പാടെ വിളിക്കാൻ തുടങ്ങിയതാണ്. പിന്നെ അതൊരു ശീലമായി കേട്ടോ. ആ സമയത്തല്ലോ എല്ലാവരും പേര് വിളിക്കുന്ന ആ ഒരു ടൈമായിരുന്നു എൻ്റെ കല്യാണ സമയത്തല്ലോ. അപ്പം ഞാൻ മിഥുവിനോട് ചോദിച്ച്, മിഥുലാജ് എന്നാണ് കേട്ടോ പേര്. അപ്പോൾ ചോദിച്ച് എന്താ വിളിക്കേണ്ടതെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞു മിഥു എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അത് കണ്ടിന്യൂ ആയിട്ട് ഇപ്പോൾ ആ പേരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇക്ക ഇടയ്ക്ക് ഒരു തോന്നലിന് ഇക്ക എന്നെല്ലാം വെറുതെ വിളിക്കും കേട്ടോ. ഓരോരോ നാട്ടിൽ, നമ്മളെ നാട്ടിൽ അധികം അങ്ങ് ഇക്ക എന്ന് വിളിക്കുന്ന സ്റ്റൈലില്ല. പേരിൻ്റെ കൂടെ ഇക്ക എന്നെല്ലാം വിളിക്കുന്നതാണ്, അല്ലാണ്ട് ഇക്ക എന്ന് വിളിക്കുന്നൊരു ഇതില്ല. എന്നാലും ഞാൻ ഇടയ്ക്ക് എനിക്ക് തോന്നുമ്പോൾ ഇക്ക എന്നെല്ലാം വിളിക്കും കേട്ടോ. അങ്ങനെയല്ലാന്ന് കാര്യങ്ങൾ. അപ്പോൾ ഇതാ ഞാൻ മിഥുവിൻ്റെ ബർത്ത്ഡേ ആണ്. ഇത് കുറച്ച് മുമ്പേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇപ്പം ഞാൻ അപ്ലോഡ് ആക്കുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ വലിയ കേക്ക് മാസ്റ്റർ ഒന്നുമല്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ച് കേക്ക് വാങ്ങണ്ട, ഞാൻ ഉണ്ടാക്കിയിട്ടൊരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. കുട്ടികളെല്ലാം പറഞ്ഞു ഉമ്മ വാങ്ങണ്ട, ഉമ്മ ഉണ്ടാക്കുക, അതാ ടേസ്റ്റ്, അതാ തിന്നണ്ടെന്ന് കുട്ടികൾക്കും ഭയങ്കര ഒരാഗ്രഹം ഞാൻ ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളത്. അപ്പം ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടൻ്റെ വെള്ളം മാറ്റിയിട്ടുണ്ട്. മുട്ടൻ്റെ വെള്ളയാണ് കേട്ടോ ഇതിലൊഴിച്ച് കൊടുക്കുന്നത്. മുട്ടൻ്റെ വെള്ളം മാത്രം ഒന്ന് എഗ് ബീറ്ററിൽ 3 മുട്ടയാണ് കേട്ടോ. 3 മുട്ടൻ്റെ മഞ്ഞ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പഞ്ചസാര 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര കൂടാൻ പാടില്ലേ. ഞാനൊരു മീഡിയം ലെവലിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്, എന്നാലേ കേക്ക് നന്നാവും കേട്ടോ.
അപ്പോൾ ഞാൻ ജസ്റ്റ് പണ്ടെല്ലാം കേക്ക് ഉണ്ടാക്കലുണ്ടേനു. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് യൂട്യൂബ് നോക്കിയിട്ട് ജസ്റ്റ് ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. വലിയ ഡെക്കറേഷനും കാര്യങ്ങളൊന്നുമില്ല. എന്താ പറയുക, ഡെക്കറേഷൻ ആക്കാനൊന്നും ഒരു ടൈമില്ലേനു, പെട്ടെന്ന് പ്ലാൻ ആക്കിയതാണ്. സത്യം പറയാമെന്ന് വെച്ചാൽ ഞാൻ കേക്ക് വാങ്ങണമെന്ന് വിചാരിച്ച ഞാനാണ്. പിള്ളേരെല്ലാം കൂടിയിട്ട് എന്നെ കൊണ്ട് ഉണ്ടാക്കിച്ചേട്ടാ. വല്ലാത്ത മക്കളാണ് കേട്ടോ. അങ്ങനെ ഉമ്മാക്കിപ്പോൾ ഭയങ്കര മടി പിടിച്ചിന്, ഉമ്മ ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് കുട്ടികളെന്നെ കൊണ്ട് കേക്ക് ഉണ്ടാക്കിച്ചത്. പിന്നെ സുഹയാണെങ്കിൽ സുഹക്ക് ഉമ്മ മേക്കാക്ക് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ബാക്കിൽ തന്നെ നോക്ക് കപ്പ് കേക്കാണ് വേണമെന്ന് പറഞ്ഞത് കേട്ടോ. ഞാൻ കപ്പ് കേക്കൊന്നും ആക്കിയിട്ടില്ല, ബർത്ത്ഡേ കേക്ക് പോലെയാണ് ആക്കിയത്. ഭയങ്കര ഡെക്കറേഷനും കാര്യമൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ മുട്ടൻ്റെ മഞ്ഞയും കൂടി അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടി ഒന്ന് ഇതാക്കി എടുക്കുന്നുണ്ട്, എന്താ പറയുക, ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ മുട്ടൻ്റെ ആ ഒരു ചൊയ ഉണ്ടാവുമല്ലോ, ഒരു മണവും കാര്യങ്ങളെല്ലാം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ടീസ്പൂണ് വിനാഗിരിയും അതിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മൈദ എടുത്തിട്ടുണ്ട്, 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 വലിയ ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കേട്ടോ, രണ്ടും കൂടി അരിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ബേക്കിംഗ് സോഡയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടി രണ്ടും ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എന്താ പറയുക, അതെല്ലാം അരിച്ചെടുക്കണം. 2-3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടാണ് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, എന്നാലേ കേക്ക് നന്നാവും കേട്ടോ. 2-3 പ്രാവശ്യം അരിച്ചെടുത്ത് കഴിഞ്ഞാൽ കേക്ക് നന്നാവും കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഇതാ ഞാൻ പിന്നെ മൈദൻ്റെ കൂട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ്. മൈദൻ്റെ ഇത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചായി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം ബീറ്റ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. ഒരുപാട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പദം അങ്ങ് പോയി പോകും കേട്ടോ. ഇത് നിങ്ങൾക്ക് മിക്സിയിലും ഉണ്ടാക്കാം കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്, മിക്സിയിലും ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/4 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ഗ്ലാസ് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വീഡിയോയിലില്ല, അതും കൂടി ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുട്ടൻ്റെ മഞ്ഞയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അത് ഇട്ടിട്ടാണ് ഇളക്കിയിട്ടാണ് അതിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് കേട്ടോ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് വനില എസൻസും കൂടി കേട്ടോ. വനില കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിൽ ഏകദേശം ഒരു മുട്ടപ്പോളൻ്റെ ഒരു സ്റ്റൈലാണ് കേട്ടോ ഇത്. നാട്ടിൽ നിന്ന് മുട്ടപ്പോളെല്ലാം ഉണ്ടാക്കും, മേലെ കനലെല്ലാം ഇട്ടിട്ടാണ്. ഞാൻ എൻ്റെ എൻ്റെ സ്പെഷ്യലാണത് മുട്ടപ്പോള എന്നാണ്, പണ്ടേ ഞാൻ കാണുന്നതാണ് കനലെല്ലാം വെച്ചിട്ടുണ്ടാക്കുന്നത്. അത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അടുപ്പുമ്മൽ മൂടിൻ്റെ മേലെ കനലിടും, താഴെ തീയും കത്തിക്കോട്ടോ. നല്ല പെർഫെക്റ്റ് കേക്കായിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, എൻ്റെ അടുത്ത് ചെറുങ്ങനെ തീയൊന്ന് കൂടിപ്പോയിട്ടുണ്ട്, അതിൻ്റെ അടയാളമാണ് ഇത് കാണുന്നത് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അടിയിലുള്ള എല്ലാം പിള്ളേരെടുത്ത് നിന്ന് തീർത്തിട്ടുണ്ട് അതിന് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ഇനി കേക്കിന്. എന്താ പറയുക, കുറച്ചും കൂടി ഫ്ലഫി ആണോയെന്ന് വിചാരിച്ചാൽ നടന്നില്ല, ബീറ്റ് ചെയ്ത് കുറച്ച് കൂടിപ്പോയെന്ന് തോന്നും. അതാണല്ലേ, ഇതിലും ഫ്ലഫി ആവും, പക്ഷെ ഉള്ളെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് മാത്രം തിന്നാനല്ലേ, ഒരു രസമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കുന്നത് കേട്ടോ. പിന്നെ കുട്ടികളെല്ലാം അടുത്ത് തന്നെ ഉണ്ട്, എല്ലാവരും എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവരും വർത്താനം പറഞ്ഞുകൊണ്ട് കേട്ടോ, ജോളിയായിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ. അങ്ങനെ ഇതാ കേക്ക് ഞാൻ പകുതിയാക്കുന്നുണ്ട്. പകുതിയിലാന്ന് ഞാൻ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചൂടുവെള്ളത്തിൽ ഷുഗർ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഷുഗർ സിറപ്പായി കേട്ടോ. അത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് എന്താ ക്രീമെല്ലാം ചെയ്യുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും ഇത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അല്ലാണ്ട് സാധാരണ നമ്മൾ കേക്ക് മാത്രം തിന്നുകയാണെങ്കിൽ ഇതൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ക്രീമെല്ലാം ആക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇതാ ഷുഗർ സിറപ്പ് 2 സൈഡിലും ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിപ്പിംഗ് ക്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാസ്കിൻ റോബിൻസിൻ്റെ ബോട്ടിൽ കിട്ടുന്നുണ്ടല്ലോ വിപ്പിംഗ് ക്രീം, അതാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇതെങ്ങനെയാണ് അടിക്കേണ്ടതെന്നുള്ള അറിയായിട്ട് കുറച്ച് കൺഫ്യൂഷനേനു. ഇപ്പോൾ ഓക്കെ മനസ്സിലായി കേട്ടോ. അങ്ങനെ ഇതാ വിപ്പിംഗ് ക്രീം അടിയിലൊന്നായി കൊടുക്കുന്നുണ്ട്, പിന്നെ മേലെയും കൂടി ആയിക്കോ. ഇത് പെട്ടെന്ന് കഴിയുന്ന സംഗതിയാണ്. നമുക്ക് ലുലു പോയി കഴിഞ്ഞാൽ ഈ വിപ്പിംഗ് ക്രീം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പണി തീരും കേട്ടോ. അല്ലാണ്ട് ക്രീമെല്ലാം ആക്കുകയെല്ലാം ചെയ്യണ്ടേ, ഇതതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതാ മേലെയും കൂടി ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ പോലെ ആക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ഡെക്കറേഷൻ ചെയ്യുന്നത് വെച്ചാൽ പിസ്ത ഒന്ന് പൗഡറാക്കിയിട്ട് മേലെ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. കുറച്ച് അധികം അൺഹെൽത്തി അല്ലാത്ത കേക്കാണ് കേട്ടോ. കുറച്ച് എന്താ പറയുക, കുട്ടികൾക്കെല്ലാം തിന്നാൻ പറ്റിയ ഒരുപാട് മധുരവും ഇല്ല, അങ്ങനെയുള്ള ഒരു കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ വിപ്പിംഗ് ക്രീം കുറച്ചൊന്ന് ലൂസായിട്ടുണ്ടായിന്, അപ്പോൾ എനിക്ക് അങ്ങനെ ഐസിങ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ.
ഡെക്കറേഷനും ചെയ്യാൻ പറ്റും. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നെല്ലാം പറയൂലേ, അതേപോലെ ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. Birthday to you. Happy birthday to you. Happy birthday, dear Papa. Happy birthday to you. May God bless you, dear. May God bless you, dear. Happy birthday, dear Papa. To